പോലത്തെ സ്കില്ലുകളൊക്കെ നമുക്ക് ഭയങ്കര ഇതൊക്കെ ഞാൻ എങ്ങനെ മക്കളെ പഠിപ്പിക്കും എന്നുള്ള അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ ചെറിയ രീതിയിൽ കുഞ്ഞിലെ തൊട്ട് നമുക്ക് തുടങ്ങാവുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങുന്നുണ്ട്, അപ്പോൾ ഇന്ന ദിവസം അപ്പോൾ ചോദിക്കാം മൺഡേ നിനക്ക് ഏത് സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്, അപ്പോൾ കുട്ടിക്ക് ഇപ്പോൾ മാത്സ് ആണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണ്, അത് നമ്മൾ എന്ത് ചെയ്യുക അവരന്ന് പഠിപ്പിക്കുക. കുട്ടീനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു സ്ക്രീൻ ടൈം. കുട്ടിക്ക് സ്ക്രീൻ ടൈം എപ്പോഴാണ് വേണ്ടത് എന്ന് അവനോട് കൂടി ആ കുട്ടീനോട് കൂടി എന്താണ് ചോദിച്ചിട്ട് അപ്പൊ അവർക്ക് ഇതിലെന്താണ് ഈ സമയം തിരഞ്ഞെടുക്കുന്നത് ഞാനാണ് എന്നൊരു തോന്നല് കുട്ടിക്ക് ഉണ്ടാവും. ഏത് സമയത്ത് നമുക്ക് പഠിക്കണം, ഏത് സമയത്ത് കളിക്കണം എന്നൊക്കെ കുട്ടിയുടെ കൂടി എന്താണ് ഒരു രീതിയിൽ അതിന് കൊണ്ടുവരുമ്പോൾ അവർക്ക് ഒരുപാട് സ്കില്ല് വർദ്ധിക്കും എന്നുള്ളതാണ്. അതായത് കുറെ ആൾക്കാർ പറയുന്നുണ്ട് കുട്ടികൾക്ക് ഏറ്റവും എന്താ പറയുക അവരുടെ ടാൻഡ്രംസ് ഒക്കെ കുറഞ്ഞു പോകാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ അവർക്കൊരു സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ലൈഫിൽ. ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നത് ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് ചെറുപ്പം തൊട്ടേ നമ്മൾ ശീലിക്കണം. നമ്മൾ കിടന്ന് വൈകി ഉറങ്ങുന്ന പോലെയല്ല, അവരെ നേരത്തെ ഒരു കറക്റ്റ് സമയത്ത് ഉറങ്ങി കറക്റ്റ് സമയത്ത് എണീറ്റ് ഇന്ന സമയത്ത് ഇന്നത് ചെയ്ത് അത് ഒരു മിഷൻ പോലെ ആക്കുക എന്നുള്ളതല്ല, എങ്കിൽ തന്നെയും ഒരു റഫായിട്ടൊരു സ്ട്രക്ചർ കുട്ടിക്ക് ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ കുറെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചറിലേക്കും അവരെ ഹെൽപ്പ് ചെയ്യും. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളും അത്രയും നമ്മുടെ ലൈഫിനെ അങ്ങനെ കൊണ്ടുപോകുന്നൊരു സമയത്ത് കുട്ടി കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട് ലൈഫിനെ അപ്രോച്ച് ചെയ്യും എന്നാണ് തോന്നുന്നത്.